അടിച്ചു മാറ്റുന്ന കലാവിരുതിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് നമ്മുടെ നികിക്ക് ഇപ്പൊ നല്ല പുരോഗമനമുണ്ട്. കാരണം പേഴ്സിൽ നിന്ന് അടിച്ചുമാറ്റി ആളിപ്പോ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ച് ഗൂഗിൾ പേ വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ പല രീതിയിലായി പൈസ അടിച്ചുമാറ്റി സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ പണ്ടുള്ളവർ പറയാറ്. അപ്പൊ ശേഷം നമുക്ക് കഥയിൽ കാണാം. രാവിലെ തന്നെ വിളിക്കുന്നു. ഹലോ ഹലോ പറയൂ. പറഞ്ഞോ. പേയ്മെന്റ് ചെയ്തിരുന്നല്ലോ, ഇന്നലെ വൈകുന്നേരം ചെയ്തതാണല്ലോ. ക്രെഡിറ്റ് ആയിട്ടില്ല. ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോ അക്കൗണ്ടിൽ കയറുമായിരിക്കും, ഇന്ന് കയറുമായിരിക്കും കേട്ടോ. ഓക്കെ ശരി. ഇതെന്താ സംഭവം? ഇത് 450, 1500, 200 ഇതെല്ലാം നികിയുടെ അക്കൗണ്ടിലേക്കാണല്ലോ പോയേക്കണത്. ഇതെങ്ങനെ ഇത്രയും പൈസ ഇവളുടെ അക്കൗണ്ടിലേക്ക് പോയി? 2500 രൂപയെ ഗൂഗിൾ പേ വഴി എപ്പോഴാണ് ഞാൻ 2500 രൂപ അയച്ചു കൊടുത്തത്? ഞാൻ ഇവരെ അയച്ചിട്ടില്ലല്ലോ. എന്താടി എന്തെന്നാ ഇത്? ഗൂഗിൾ പേ ആക്കിയോ? പിന്നില്ലേ ഇതിന് ഇങ്ങനെ നമ്പറെല്ലാം നമ്പറെല്ലാം ഉണ്ട്. അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ മാറിക്ക്. ഓ അപ്പൊ ഇതായിരുന്നു ഇവളുടെ പരിപാടി അല്ലേ? വെറുതെ ഇവള് എന്നോട് ഗൂഗിൾ പേ നമ്പറും പിൻ നമ്പറെല്ലാം ചോദിച്ചു നടന്നിരുന്നത്. ഇതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അവള്? പേഴ്സിൽ നിന്ന് മാറ്റൽ പോരാണ്ട് ഇപ്പൊ ഗൂഗിൾ പേ നിന്നും തുടങ്ങി. ഇവിടെ എന്താ വേണ്ടതെന്ന് അറിയാമോ? കൈയോടെ പിടിക്കണോളാ. അല്ല ഇപ്പൊ പിടിച്ച ശരിയാവില്ല. ഇവിടെ പഠിച്ച കള്ളി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കുള്ളൂ. ഇവിടെ സ്ഥിരം പരിപാടിയാണ്. ഞാനിപ്പോ പിടിച്ചിറങ്ങി ഇവള് പറയും എല്ലാം ഒപ്പം അത് അങ്ങനെയാണ് ചക്കയാണ് മാങ്ങാൻ എന്തെങ്കിലും ഒപ്പിക്കും. അവളുണ്ടല്ലോ അവള് മോഷ്ടിക്കണം. അതേ സമയത്ത് തന്നെ പിടിക്കണം. അവിടെ വഴിയുണ്ട് കാണിച്ചു തരാം. പിന്നെ ശരിയായി മേലാളിനി ഈ പൈസ അടിച്ചു വേണ്ടി എന്താ ചെയ്യുന്ന ഇവള്? 1 രൂപ പോലും ഞാൻ എടുക്കാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം നിന്നെ. അല്ല ഗൂഗിൾ പേയിലായി തന്നെ എത്ര പൈസ ഉണ്ട് നിനക്ക് കൃത്യമായിട്ട് അറിയണം. എന്നാലും ഇവിടെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നോക്കട്ടെ. ഇന്ന് 3457 രൂപ മറന്നു പോകും. കാര്യമുണ്ട്. 3457 രൂപ ഞാൻ കാണിച്ചു തരുന്നില്ല. ഇന്നത്തോടെ നിന്റെ പഠിപ്പിക്കാൻ തീർക്കുന്നുണ്ട്. ഇവിടെ പോയി ഇവള്. മോളെ നീക്കിയേ ഓപ്പക്ക് ലേശം ചായ നോക്കട്ടെ മോളെ. വേമ്പാ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചായ എടുക്കുമ്പത്തെ ചായ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ എനിക്ക് എന്റെ മുത്തിനോട് സ്നേഹം ഉണ്ടാകണ്ട. പതിവില്ലാത്തതൊന്നുമില്ല. നീ പോയി ചായ എടുക്കില്ല. എന്താ ചായക്കെന്താ കടിയുള്ളേ? ഇടിയപ്പല്ലേ? ഇടിയപ്പായിട്ട് വരട്ടെ. കുനിച്ചിട്ട് ഡ്യൂട്ടിക്ക് വേണ്ടല്ലോ. അറിയോ അയ്യോ മോളെ ഞാനൊരു കാര്യം മറന്നുപോയി. ആ ഒരു പൈസ അയച്ചു കൊടുക്കാണ്ടായിരുന്നു ഗൂഗിൾ പേയില്. ഫോണ് മുകളിലല്ലേ? ഞാൻ എടുത്തിട്ട് വരാം. അതാണ് ഇത്ര വലിയ കാര്യം. അപ്പൊ ഇവിടെ ഇരുന്ന് ചായ കുടിക്കില്ല. കറിയൂല ഇതിന്റെ അകത്ത്. ഞാൻ എടുത്തിട്ട് വരൂലേ? വേണ്ട ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ അതിന് ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടോ? 2000 ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ ഒപ്പം ഇരുന്ന് ചായ കുടിക്ക്. ഞാൻ എടുത്തിട്ട് വരാം. നീ പോയി എടുത്തിട്ട് വാടി. നിന്റെ അന്ത്യം ഞാൻ തീർത്ത് തരുന്നുണ്ട്. ഒപ്പ ചായ കുടിക്കട്ടാ. തോർത്തെല്ലാം ചുട്ടി കൂട്ടിയിട്ടത് ഞാൻ ഈ കട്ടിൽ വന്ന് വെച്ചിട്ട് വരാം. ചായ കുടിച്ചോ? എന്തായാലും ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 2000 ഉറുപ്പിക ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? എത്രയുണ്ട് നോക്കട്ടെ. ഓപ്പല്ലേ പറഞ്ഞത് 2000 ഉറുപ്പിക ഉള്ളൂന്ന്. ഇത് 3457 ഉറുപ്പിക ഉണ്ടല്ല. എന്റെ അമ്മ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്. ഇത്രയും പൈസയാ? 2000 ഉറുപ്പിക ഒപ്പേന്റെ കണക്കിലുള്ളൂ. ദൈവമേ, അപ്പൊ ഇത്രയും പൈസ ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റേണ്ടി വരുമല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെ ആയി ഇത്ര വേഗം ഞാൻ പണക്കായി ആവുമല്ലോ. ദൈവമേ, എന്തിനാന്ന്? ഒപ്പം കുറച്ച് ഓർമ്മശക്തിയെല്ലാം കൊടുക്കും എന്തായാലും. 2000 കഴിച്ചിട്ട് 1457 ഉറുപ്പിക എനിക്ക്. ഞാൻ എന്തൊരു കലക്കും മുന്നേ. എന്നാലും എൻ്റെ 1457. ഒന്നുമില്ല. അപ്പൊ ഞാൻ ഫോട്ടോസ് നോക്കിയായിരുന്നു. ഫോട്ടോസ്
ഇതെന്ത് 1457 രൂപ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണത്? ഫോട്ടോസ് നോക്കാൻ ഗൂഗിൾ പേയിൽ 1457 രൂപ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണേന്ന്. അവിടെ നിക്കടി അവിടെ നിന്ന് എവിടേക്കാ നീ പോണത്? എടി നിന്നെ കൈയോടെ പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കളി എത്തിയത് അത് നിനക്കറിയോ? ഞങ്ങൾക്ക് 3457 രൂപ ഞാൻ കൃത്യമായിട്ട് കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഇതെനിക്ക് ഉറപ്പാ 2000 ഞാൻ പറഞ്ഞോണ്ട് ബാക്കി 1457 രൂപ നീ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് നീ ടൈപ്പ് ചെയ്ത് വെച്ചതാണ് അല്ലേ? എടി എന്താ നിന്റെ പരിപാടി? നീ വിചാരിച്ചു ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കുള്ളൂ? ഞാൻ എന്താ പൊട്ടനാണെന്ന് വിചാരിച്ചാ നീ കളിച്ചത്? നീ പേഴ്സ് ഉണ്ടോ? പേഴ്സിൽ നീ പൈസ അടിച്ചു വരണ്ട് പോട്ടം നോക്കി ഞാൻ. ഇപ്പൊ നീ ഗൂഗിൾ പേ ഓടിക്കുമ്പോ ഗൂഗിൾ പേ പൈസ അടിച്ചു പറ്റിയ അല്ലേ? ഇതിലായിട്ട് ഞാൻ ഒരു പിൻ നമ്പർ മറ്റേ ഞാൻ ചോദിച്ചു നടന്നിരുന്നത് അല്ലേ? എന്താ വേണ്ടതെന്ന് അറിയില്ല. എടി ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു വരുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമല്ല അറിയാം നിനക്ക്. നിന്റെ കയ്യിൽ എന്തിനാ പൈസ? നിനക്ക് എന്തിനാ പൈസ ആവശ്യമുണ്ടാ? ഇവിടെ വീട്ടിൽ നിനക്ക് എന്തിനാ പൈസ ആവശ്യം? ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ലേ? ഇവിടെ മനുഷ്യൻ ഒരാറ്റം മുതൽ ഒരാറ്റം വരെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. നിനക്കാലും തോന്നുമ്പോ പൈസ അടിച്ചു മാറ്റല്ലേ? അത് ഓൺലൈനിൽ നിന്നും മറ്റൊന്നും മണ്ണാണ്ടുന്ന സാധനങ്ങളും ചുരിദാറും വാങ്ങിക്കൂട്ടാണ് നിനക്കെല്ലാം. ഇവിടെ പിള്ളേരെ പഠിപ്പും ജീവിതവും മറ്റാൻ വേണ്ടിയായിട്ട് ഞാൻ പറഞ്ഞ് കഷ്ടപ്പെടുന്ന നമുക്കറിയാം. അവളുടെ ഒരു പണ്ണാരം ഇതായിരുന്നു നീ പറഞ്ഞ പണ്ണാരം. നിന്റെ പണ്ണാരം തിറക്കാൻ വേണ്ടിയാണ് നീ പൈസ കൂട്ടിയെടുക്കുന്നത്. അന്നേ നിന്നോട് പറഞ്ഞാൽ നിന്റെ പണ്ണാരവും മണ്ണാങ്കട്ടിയുടെ വേണ്ട, ഇവിടെ ഒരു പണ്ണാരം ഉണ്ട് അത് മതിക്കുന്നു. പോയിക്കോട്ടെ വിചാരിച്ചു നോക്കുമ്പോ നിന്റെ എന്താ സ്വഭാവം? കാരണക്കുറിച്ച് അടിച്ചാൽ പൊട്ടിക്കുന്നില്ല. ഇത് മോങ്ങാണ്ട് പോയാണ്ട് മോങ്ങാണ്ട് പൈസ അടിച്ചു മാറ്റിയ സൂക്ഷിച്ചിങ്ങനെ വീട്ടിൽ നിന്നു. എന്തൊക്കെയോ ഭയങ്കര ടെൻഷനിലായിരുന്നല്ലോ. എന്തു പറ്റിയോ അപ്പേ? രാവിലെ മുതലേ ഞാൻ കാണുന്നു ഭയങ്കര ടെൻഷനിലാന്നല്ല. എന്താ പറ്റിയേ? ചെറിയ പൈസന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത്? നാളെ ഇപ്പൊ വീടിന്റെ അടവുണ്ട്, EMI ഉണ്ട്, പിന്നെ വേറെ ചെറിയൊരു ആവശ്യം ഷോപ്പിലേക്കുള്ളതുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഈ മോതിരം കൊണ്ട് പണയം വെച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മോതിരം പണയം വെക്കാനാ? ഇപ്പൊ ഒരു 10,000-15,000 രൂപന്റെ ആവശ്യമുണ്ട്. ഒരാഴ്ച കഴിയാണ്ട് പൈസ കിട്ടേമില്ല. മറിക്കാനൊന്നും പറ്റൂല ഷോപ്പിന്നൊന്നും. ഇപ്പം ചെറിയ ടൈറ്റ് ആണ് മൊത്തത്തില്. എത്ര പൈസന്റെ ഒപ്പൊക്കെ ആവശ്യം? ഞാൻ പറഞ്ഞില്ല, ഒരു 15 രൂപയോളം വേണം. പൈസ വന്നോ നോക്കിയേ? പൈസ വന്നോ നോക്കിയേ? ഓപ്പന്റെ ആവശ്യങ്ങൾ മുഴുവൻ നടത്താനുള്ള പൈസയൊന്നുമില്ല, എന്നാലും ഒരു 10-12 റുപ്യ ഉണ്ട്. 12,000 രൂപ ഉണ്ടല്ലോ ഇത്. ഇതെങ്ങനെ ഇത്രയും പൈസ നിനക്ക് വന്ന്? ഞാൻ ഇത്രയും കാലം ഓപ്പന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി വെച്ച പൈസയെല്ലാം തന്നെയാണ് ഇത്. അല്ലാണ്ട് ഞാൻ എവിടെയും കൊണ്ടുപോയി കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു 10 റുപ്യ അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് നാളെ ഇതുപോലെ ഓപ്പ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തരാലാന്ന് വിചാരിച്ചിട്ട് മാത്രം എടുക്കുന്നതാണ്. അല്ലാണ്ട് എനിക്ക് ഓൺലൈനിൽ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനോ ദൂർത്തടിക്കാനോ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനോ ഒന്നല്ല ഞാൻ എടുക്കുന്നത്. എന്തെങ്കിലും ഒരു 100 റുപ്യ എടുത്ത് മാറ്റി വെച്ചാൽ അതിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓപ്പൊക്കെ തരുമ്പോൾ അത് ഓപ്പൊക്കെ ഒരു ആശ്വാസം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എനിക്കറിയാം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നതൊന്നും നല്ല ശീലമൊന്നല്ലാന്ന്. എനിക്കറിയാം ഓപ്പേന്റെ വർക്ക്. കാരണം പൈസ കിട്ടുമ്പോൾ കിട്ടുന്ന വർക്കാണെന്നും അല്ലാത്ത സമയത്ത് ഒരു പണിയും ഇല്ലാണ്ട് ഇതുപോലെ വിഷമിച്ചിരിക്കേണ്ടി വരുന്നു അറിയാം. അതുകൊണ്ടാണ് എന്തെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാവുമ്പോൾ അപ്പോൾ ഓർമ്മയില്ലാത്ത പൈസ ഉണ്ടാവുമ്പോൾ അത് എൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്കോ ഞാൻ പേഴ്സിൽ നിന്ന് എടുക്കുന്നതല്ലോ. അല്ലാണ്ട് എനിക്ക് എവിടെയും കൊണ്ടുപോകാനല്ല. ഞങ്ങൾ ഭാര്യമാരി ഇങ്ങനെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്കൊരു ഉപകാരം വരുമ്പോൾ തരാന്നുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി. അല്ലാണ്ട് പുറത്തു പോയി പണിയെടുത്തൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ അന്ന് അടിച്ചു മാറ്റി വെച്ചതാണെങ്കിൽ ഇപ്പൊ ഒക്കെ ഒരു ഉപകാരത്തിന് എനിക്ക് തരാൻ പറ്റിയില്ലേ? അന്നേരം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് വേറെ എന്ത് കിട്ടിയാലും ഉണ്ടാവൂല. അതെന്നെ എന്തെല്ലാം ഒപ്പം പറഞ്ഞത്.
അന്ന് എനിക്കൊന്നും തിരിച്ചു പറയാൻ അറിയായിട്ടല്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയാം. പിന്നെ ഈ കയ്യിൽ കിടക്കുന്ന മോതിരം ഇതുപോലെ ഞാൻ ഓപ്പൻ്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയിട്ട് ആക്കി തന്നത് തന്നെയാണ്. ഞാൻ അങ്ങനെ ഒന്നും എന്തെങ്കിലും പൈസ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വല്ല കാലത്തും ഓൺലൈനിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചുരിദാറോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കണ്ടെങ്കിൽ എടുക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും ഞാനൊരു ആർഭാടാക്കി കളയലില്ല. അതും 1000-ന് മുകളിലുള്ള ഒരു ഡ്രസ്സ് എടുത്താൽ എൻ്റെ ചങ്ക് ഇടിക്കും. അത്ര എനിക്കറിയാം. ഓപ്പ കഷ്ടപ്പെടുന്നതല്ല, അല്ലാണ്ട് ഞാൻ ഒരു ദൂർത്തും നടത്തുന്നില്ല. ഇതന്നെ എനിക്കിപ്പോ ഒരു ആശ്വാസം ഉണ്ടോ, ഓപ്പക്ക് ഇതെങ്കിലും തരാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. എനിക്ക് വിഷമമൊന്നുമില്ല ഓപ്പ, ഞാൻ എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അന്നേരത്ത് നീ ഇങ്ങനെ പൈസ എടുക്കുന്നതും ഇതെല്ലാം കണ്ടപ്പോ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ അങ്ങനെ നിന്നോട് പറഞ്ഞു. നീ ക്ഷമിക്കാനോട്. അതൊന്നും കുഴപ്പമില്ല അപ്പൊ, എനിക്കറിയാം ആരായാലും ദേഷ്യപ്പെടുന്നു. എനിക്ക് അതിലൊന്നും വിഷമമൊന്നും ഇല്ല. എനിക്ക് ഇപ്പൊ സന്തോഷമേ ഉള്ളൂ. ഇതെങ്കിലും ഒപ്പൊക്കെ തരാൻ പറ്റിയല്ല. ഈ ഒരു സമയത്ത് നീ എനിക്ക് ഈ പൈസ തന്നപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല എനിക്കത് ഭയങ്കര ഉപകാരവുമായി. ഇതാ നോക്കിയേ, ഞാനിനി എൻ്റെ അടുത്തുള്ള പോലെ എന്തെങ്കിലും പൈസയൊക്കെ ഞാൻ നിനക്ക് തരാം കേട്ടാ, സൂക്ഷിച്ചു നോക്കാൻ വേണ്ടിട്ട്. പോട്ടെ, ക്ഷമിക്ക്. പുറത്ത് ജോലിക്ക് പോയി വരുമാനമില്ലാത്ത ഞങ്ങൾ വീട്ടമ്മമാരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയോ വാങ്ങണമെന്ന് മനസ്സിൽ കണ്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റി വെക്കുമ്പോഴായിരിക്കും അവർക്ക് പൈസക്ക് ഒരു ആവശ്യം വരുന്നത്. അപ്പൊ വേറെ ഒന്നും ചിന്തിക്കില്ല, അതെടുത്ത് ഭർത്താവിന് കൊടുക്കും. അപ്പൊ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരിയുണ്ടല്ലോ, അതാണ് ഞങ്ങളെ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നു മുതൽ വീണ്ടും സമ്പാദിക്കണം, കാരണം എന്റെ ഓപ്പയുടെ ആ ചിരി കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ.